Hi everyone. In today's class, we are going to discuss about hashing technique, one of the important techniques used for searching. ഓക്കെ, സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഹാഷിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള സെർച്ചിങ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്? ഒന്ന് ലീനിയർ സെർച്ചിങ് ആണ് അല്ലേ. ലീനിയർ സെർച്ചിങ് എന്ന് പറയുന്ന ഒരു സെർച്ചിങ് നമ്മൾ പഠിച്ചിരുന്നു. അതെങ്ങനെയായിരുന്നു? ഒരു അറേ തന്നിട്ടുണ്ടാവും, അതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു കീ എലമെൻറ്റ്, അതിലിപ്പം 6 അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മളുടെ കീ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന അറയിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകണം അല്ലേ. 5-ൽ 1-ൽ സെർച്ച് ചെയ്യണം, 2-ൽ 3-ൽ 4 5 അങ്ങനെ 6-ൽ എത്തുമ്പോഴാണ് നമ്മളുടെ 4 എന്ന് പറയുന്ന എലമെൻറ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 10-നെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അറേൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് വരെ സെർച്ച് ചെയ്താൽ നമുക്ക് 10 എന്ന് പറയുന്ന ആ ഒരു കീ എലമെൻറ്റിന് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പം അതാണ് ലീനിയർ സെർച്ചിങ് എന്ന് പറയുന്നത്. ലീനിയർ സെർച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് നമ്മൾ അതിനെങ്ങനെ ഒരു ലീനിയർലി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നും ഒരു വിത്തൗട്ട് എനി അതർ ടെക്നിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഇൻഡെക്സ് അനുസരിച്ച് നമ്മൾ ഓരോന്നിലും പോയിട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് ആ എലമെൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ലീനിയർ സെർച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ സെർച്ചിങ് എന്ന് പറയുന്നതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അത് എത്ര സമയമാണ് എടുക്കുന്നത്. അപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് n സമയം സെർച്ച് ചെയ്യേണ്ടി വരും അല്ലേ. n സമയം സെർച്ച് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആണ് അല്ലേ. കാരണം ഇതൊരു സോർട്ടിംഗ് ആയിട്ടുള്ള ഒരു അറേയൊന്നും അല്ല, ജസ്റ്റ് എലമെൻസിനെ സിംപ്ലി റാൻഡംലി നമ്മളവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് എവിടെയാണ് ഇപ്പോൾ 10-ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ടു ദി 9th ഇൻഡെക്സ് വരെ നമുക്ക് പോകണം അല്ലേ. അതായത് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു സെർച്ച് അപ് ടു n ടൈംസ്. സോ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആണ്. ബൈനറി സെർച്ച് നമ്മൾ രണ്ടാമത് പഠിച്ചൊരു ടൈപ്പ് ഓഫ് സെർച്ചിങ് ആയിരുന്നു ബൈനറി സെർച്ച് എന്ന് പറയുന്നത്. ബൈനറി സെർച്ചിൽ എങ്ങനെയായിരുന്നു? നമ്മൾ അതിനെ ഒന്ന് സോർട്ട് ചെയ്യും അല്ലേ. അസെൻഡിങ് ഓർഡറിലായിരിക്കും നമ്മൾ ആ ഈ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് നമ്മൾ ആ അറയിൽ സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കണ്ടില്ല 3 4 5 6 7 അപ്പോൾ അങ്ങനെ അസെൻഡിങ് ഓർഡറിലായിരിക്കും. ആൻഡ് ഓൾസോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു മിഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് മിഡിന് മുമ്പുള്ളതും മിഡിന് ശേഷമുള്ളത്. നമ്മളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കീ എലമെൻറ്റിനെയാണ് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കീ എലമെൻറ്റ് മിഡിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമുക്കതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയിട്ട് അവിടെ മാത്രം സെർച്ച് ചെയ്താൽ മതി. അതിനേക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്കതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് മാത്രം സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ ആ രീതിയിൽ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് വളരെ അപ്പം ഓർഡർ ഓഫ് n സമയം എടുക്കുമോ? ഇല്ല. അപ്പം അവിടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് log n ആണ്. ഓക്കെ, log n ടൈമാണ് എടുക്കുന്നത് ഒരു ബൈനറി സെർച്ചിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സമയം കുറച്ചെടുത്തു. n സമയം വേണ്ട, നമുക്ക് log n സമയം മതി. സോ ബൈനറി സെർച്ച് കുറച്ചും കൂടി ബെറ്ററാണ് ലീനിയർ സെർച്ചിനെയും കാട്ടിലും. അതിലും ബെറ്ററായിട്ട് നമുക്കിനി എന്ത് കിട്ടണം? ഓർഡർ ഓഫ് 1 അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടൈമിൽ നമ്മൾ എവിടെയാണോ പോയി നോക്കുന്നത് അവിടെ തന്നെ ആയിരിക്കണം. അതല്ലെങ്കിൽ ഏത് ഇൻഡെക്സിലാണോ പോയി നോക്കുന്നത് അവിടെ തന്നെ ആയിരിക്കണം നമ്മൾ സെർച്ച് ചെയ്യുന്ന കീ എലമെൻറ്റ് ഷുഡ് ബി പ്രസൻറ്റ് അല്ലേ. അപ്പം ആ രീതിയിൽ നമ്മൾ ഓർഡർ ഓഫ് n ലോഗിൽ നിന്നും കുറവ് സമയമായ ഓർഡർ ഓഫ് 1-ലേക്ക് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടൈമിൽ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്ന ആ ഒരു റിക്വയർമെൻറ്റിൽ നിന്നാണ്, ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മളുടെ ഹാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഹാഷിംഗ് ടെക്നിക്ക്. അപ്പോൾ നമുക്ക് ഹാഷിംഗ് എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു ഹാഷിംഗ് എന്ന് പറയുന്നത്? നമുക്കൊരു കീസ് തന്നിട്ടുണ്ടാവും, ഇത്രയും കീസ് ഉണ്ടായിരിക്കും. അതിൽ ഹാഷിംഗ് എന്ന് പറയുമ്പം 8 എന്ന് പറയുന്ന എലമെൻറ്റിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് 8 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ്. ഓക്കെ, അപ്പം അടുത്ത 3 ആണ്. 3-നെ നമ്മൾ സ്റ്റോർ ചെയ്ത് 3 എന്ന് പറയുന്ന ഇൻഡെക്സിലായിരിക്കും. 13 നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 13 എന്ന് പറയുന്ന ഇൻഡെക്സിലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് സെർച്ച് ചെയ്യാൻ പോകുന്നത്? അപ്പം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 13-നെയാണ് കീ എന്ന് പറയുന്നത്. അപ്പോൾ 13 നമ്മൾ സെർച്ച് ചെയ്യും. എവിടെ പോകും? ഒബ്വിയസ്ലി നമ്മൾ 13 എന്ന് പറയുന്ന ഇൻഡെക്സിൽ പോകും. സോ അപ്പോൾ ഇരിക്കുന്ന സമയം എന്താണ്? ഓർഡർ ഓഫ് 1 ആണ് അല്ലേ. വേറെ ഒന്നുമില്ല, കോൺസ്റ്റൻറ്റ് ടൈമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഇവിടെ ഒരു 13 ആണ് ഇവിടെ ഹയസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 13 വരെ നമുക്ക് നമ്മളുടെ അറയിലുള്ളൂ. ഇപ്പോൾ നമ്മളുടെ 50 ആണെന്നുണ്ടെങ്കിൽ 10 കഴിഞ്ഞിട്ട് നമ്മൾ 50 എന്ന് പറയുന്ന ഒരു കീ എലമെൻ്റ് ആണ് അവിടെ ഉള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യണം? ബാക്കി 15 വരെ ഉള്ള അതെല്ലാം ആഡ് ചെയ്തിട്ട് 50-ലായിരിക്കണം 50 എന്ന് പറയുന്ന ആ ഒരു കീ എലമെൻറ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ല. അപ്പോൾ
അത്രയും സ്പേസ് അവിടെ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. മെമ്മറി വേസ്റ്റേജ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നമ്മൾ സമയം കുറക്കുക എന്ന് പറയുമ്പോൾ അതിന് കൂടുതലായിട്ട് നമുക്കവിടെ എന്താണ് പ്രശ്നമായിട്ട് വരുന്നത് നമ്മളുടെ മെമ്മറിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു വേറൊരു ഫോമാറ്റിലൂടെ അല്ലെങ്കിൽ വേറൊരു ടെക്നിക്കിലൂടെ ആയിരിക്കണം നമുക്ക് ഈ ഒരു ഹാഷിംഗ് എന്ന് പറയുന്നത് നടത്തിയിരിക്കേണ്ടത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ലോട്ട് ഓഫ് മെമ്മറി വേസ്റ്റേജ് ആവുന്നു. ഓക്കെ, സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്പേസിനെ യൂസ് ചെയ്യാമെന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ഒരു ഫംഗ്ഷൻ, സോ അനദർ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫംഗ്ഷനെ യൂസ് ചെയ്യണം, ഹാഷ് ഫംഗ്ഷന്. ഓക്കെ, അപ്പം ആ ഒരു ഹാഷ് ഫംഗ്ഷനായിട്ട് നമുക്ക് h(x) = x എന്ന് പറയുന്ന ഒരു ഹാഷ് ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മളുടെ കീ സ്പേസ് എന്ന് പറയുമ്പോൾ കീ എലമെൻറ്റ്സ്. ഓക്കെ, അതിനെ സേവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ ഹാഷ് ടേബിൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ഹാഷ് ടേബിൾ. ആൻഡ് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് h(x) = x എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ h(x) = x എന്ന് പറയുമ്പം കോൺസ്റ്റൻറ്റ് ടൈമിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് 8ന് നമുക്ക് എവിടെ സ്റ്റോർ എഴുതി വെക്കാൻ പറ്റും, h(x) = x ആണ്. മീൻസ് h(8) = 8-ലായിരിക്കണം അല്ലേ. h(8) അവിടെ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, 8-ലായിരിക്കണം. ഓക്കെ, 3 എന്ന് പറയുന്നത് h(3) = 3. അപ്പോൾ 3നെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 3-ലായിരിക്കണം. ആൻഡ് 13 സ്റ്റോർ ചെയ്തിരിക്കുന്നത് 13-ലായിരിക്കും. ഓക്കെ, ഇതേപോലെ അപ്പം സെയിം കൺസെപ്റ്റ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് അപ്പോഴും നമ്മളുടെ പ്രശ്നം വരെ അപ്പോൾ ബിഗ്ഗർ ആയിട്ടുള്ള എലമെൻറ്റ്സിനെല്ലാം 40 പോലത്തെ എലമെൻറ്റ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അധികവും എന്തായിരിക്കും, മെമ്മറി വേസ്റ്റേജ് കൂടും. ഓക്കെ, അപ്പോൾ ഒരു ഹാഷ് ഫംഗ്ഷൻ h(x) = x എന്ന് പറയുന്ന ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്താലും നമുക്ക് സെയിം പ്രോബ്ലം തന്നെയാണ് നമുക്ക് എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടെ നമുക്ക് ഉള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ h(x) = x എന്ന് പറയുന്നത് 1-to-1 ഫംഗ്ഷൻ. 2 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് 1-to-1 ഫംഗ്ഷനാണ്, രണ്ടാമത്തെന്ന് പറയുന്നത് many-to-1 ആണ്. ഓക്കെ, many-to-1 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 1-to-1 ഏതാണ് വരെ, h(x) = x ആണെന്നുണ്ടെങ്കിൽ 1-to-1 മീൻസ് ആ ഒരു കീ എലമെൻറ്റിനെ ആ ഒരു ഇൻഡെക്സിൽ പോയാൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1-to-1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ h(x) = x അല്ലാത്ത ഏതൊരു ഫംഗ്ഷൻസ് എടുത്താലും അത് ഇറ്റ് മേ ബി many-to-1 ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് മെമ്മറി വേസ്റ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഹാഷ് ഫംഗ്ഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. അങ്ങനെ മോഡിഫൈ ചെയ്ത് നമുക്ക് എഴുതുന്ന ഒരു ഹാഷ് ഫംഗ്ഷനാണ് h(x) = x mod 10 എന്ന് പറയുന്നത് എന്താണ്, സൈസ് ഓഫ് ദി ഹാഷ് ടേബിൾ. ഓക്കെ, സൈസ് ഓഫ് ദി ഹാഷ് ടേബിളിൻ്റെ സൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത്. അത് എത്രയാവട്ടോ, h mod 50, h mod 20 എന്താണോ ഹാഷ് ടേബിളിൻ്റെ സൈസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അതാണ് നമ്മളുടെ എക്സ് മോഡ് സൈസ് ഓഫ് ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞു കൊടുക്കാം. എക്സ് മോഡ് സൈസ് ഇതാണ് നമ്മളുടെ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള പുതിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാഷിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്, സൈസ് തന്നിട്ടുള്ളത് 10 ആണ് കേട്ടോ. സൈസ് = 10 ആണ്. എന്തായിരുന്നു നമ്മളുടെ ഹാഷ് ഫംഗ്ഷൻ, h(x) = x mod, ഇപ്പം സൈസ് എന്ന് പറയുന്നത് 10 ആണ്, സോ 10 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് 8 ആണ്, സോ 8 mod 10. ഓക്കെ, 8 mod 10 എന്ന് പറയുമ്പോൾ എന്താണ്, റിമൈൻഡർ മോഡ് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരിക, 8 ആണ് വരിക. സോ 8നെ നമുക്ക് 8-ൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാം. 3, അപ്പം 3 mod 10. അടുത്ത രണ്ടാമത്തത് 3നെ എടുക്കാം. 3 mod 10 എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 തന്നെയാണ് വരുന്നത്. സോ 3ൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം 3നെ. പിന്നെ അടുത്തത് 13 mod 10 എന്ന് പറയുമ്പോഴും എന്താണ് വരുന്നത്, 3 ആണ് വരുന്നത്. സോ 8നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു, 3നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു, 13നെ നമ്മൾ ഈ 3 തന്നെയാണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് 3 എന്ന് പറയുന്ന ഈ ഇൻഡെക്സിൽ അല്ലേ, നമ്മൾ എവിടെയാണോ ഇവിടെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ഇൻഡെക്സിൻ്റെ ആണ് കേട്ടോ നോക്കുന്ന, ആ ഇൻഡെക്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ വാല്യൂവിനെ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ ഒരു കൊളീഷൻ നടന്നു അല്ലേ, കൊളീഷൻ നടന്നു. ഈ കൊളീഷനെ എന്താണ്, ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് ഇനി പരിഹരിക്കണം. 2 or more മാപ്പിംഗ് ആണ്, സെയിം ഇൻഡെക്സിലേക്ക് ഒന്നിൽ കൂടുതൽ മാപ്പിംഗ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൊളീഷൻ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പം ഇങ്ങനത്തെ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൊളീഷനെ റെസൊല്യൂഷൻ ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ഹാഷിങ്ങിൽ വരുന്നത് ചെയിനിങ് ആണ്. ക്ലോസ്ഡ് ഹാഷിംഗ് വരുന്നത് ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള പ്രശ്നം എന്തായിരുന്നു, ഈ 3യും ആൻഡ് 13 ഈസ് പോയിൻറ്റിങ് ടു ദി സെയിം ഇൻഡെക്സ് 3. ഏത് ഫംഗ്ഷനാണ് നമ്മളുടെ ഹാഷ് ഫംഗ്ഷൻ എന്തായിരുന്നു, എക്സ് മോഡ് 10, അതായത് സൈസ് ഓഫ് ദി ഹാഷ് ടേബിൾ എന്ന് പറയുന്ന ഈ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സോ ഈ ഒരു പ്രോബ്ലം കൊളീഷൻ അവിടെ എറൈസ് ആവുന്നു. സോ വി ആർ ഗോയിങ് ഇൻ ടു ചെയിനിങ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് എങ്ങനെ ഇതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം നമ്മളുടെ ഫംഗ്ഷൻ ഇവിടെ എഴുതുന്നു, എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് 10. ഓക്കെ, എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് 10. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഈ ഒരു ചെയിനിങ് മെത്തേഡിലൂടെ, ഓപ്പൺ ഹാഷിംഗ് ആയിട്ടുള്ള ചെയിനിങ് മെത്തേഡിലൂടെ നമ്മൾ എങ്ങനെയാണ് എക്സ് മോഡ് 10 എഴുതി. എക്സ് മോഡ് 10 എന്ന് പറയുമ്പോൾ എത്രയാണ്, 8 എടുക്കുമ്പം 8 എന്ന് വരുന്നു. അപ്പോൾ നമ്മൾ 8 കൊണ്ടുപോയിട്ട് 8 നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തത് 3 വരുന്നു. 3 നമ്മൾ വീണ്ടും 3 മോഡ് 10 എന്ന് വരുമ്പോൾ 3 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, 8 നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ചെയിനിങ് വഴിയാണ്. ചെയിനിങ് മീൻസ് നത്തിങ് ബട്ട് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു ഫോമാറ്റിലാണ് നമ്മളിവിടെ എലമെൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ 8 മോഡ് 10 എന്ന് പറയുമ്പം 8 നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിലാണ്. അവിടെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, നമ്മളൊരു പോയിൻ്റർ വെച്ചിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് 8 എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മൾ ആ ഒരു നോഡിലാണ് അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റ് ആയിട്ടാണ് നമ്മളവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അവിടെ ലാസ്റ്റ് എലമെൻ്റ് ആണ് അല്ലെങ്കിൽ 8നെയാണ്. ഇനി നമ്മൾ സെയിം ഇൻഡെക്സിലേക്ക് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ചെയിനിങ് വഴി ലാസ്റ്റ് വരുന്ന ഈ ഒരു പോയിൻ്റർ വെച്ചിട്ട് അടുത്ത എലമെൻറ്റ്സ് നമുക്ക് ചെയിനായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ എന്തായിരിക്കും അപ്പോൾ വിസിലി അടുത്ത കേസ് എന്തായിരിക്കും, 3യും 13നെയും നമ്മൾ 3 പോകുന്നു. അവിടെ നമ്മൾ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോഡിൽ 3 എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നോട്ടിൽ സേവ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് രണ്ടാമത്തത് 13 എന്ന് പറയുന്നതിന് അടുത്ത, അതായത് ചെയിനായിട്ട് നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ചെയിനായിട്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് പോകും. ഓക്കെ, അപ്പം ഇതാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ചെയിനിങ് ഈസ് നത്തിങ് ബട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കൺസെപ്റ്റ് തന്നെ കേട്ടോ. സോ അപ്പം ചെയിനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ എടുക്കുന്ന ഈ ഓപ്പൺ ഹാഷിംഗ് അല്ലെങ്കിൽ ചെയിനിങ് മെക്കാനിസം വഴി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് 1 ആയിരിക്കില്ല. ഓക്കെ, ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നതിലാണ് വരേണ്ടത്. പക്ഷേ ഓർഡർ ഓഫ് 1 എന്തായാലും ആയിരിക്കില്ല. കാരണം നമുക്ക് ഇങ്ങനെ നോഡുകൾ ക്രിയേറ്റ് ചെയ്യണം ഓരോ 1 by 1. ഇപ്പം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം 8നെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. 8നെ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ 8 എന്ന് പറയുന്ന ഇൻഡെക്സിൽ പോകുമ്പോൾ നമുക്ക് 8നെ കിട്ടും. ഓക്കെ, അപ്പോൾ 2 എലമെൻറ്റ്സ് ഉള്ള 3 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 3 എന്ന് പറയുന്നതാണ് കീ എലമെൻ്റ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് സെർച്ചിങ് വരുന്നതെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പം 8 എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് സെർച്ച് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 8 നമ്മൾ ഈ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുന്നു. 8 മോഡ് 10 8 വരുന്നു. 8 എന്ന് പറയുന്ന ഇൻഡെക്സ് വരുന്നു. അപ്പോൾ 8 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നമ്മൾ പോയി നോക്കും. അപ്പോൾ യെസ്, അവിടെ ഒരു നോഡ് ഉണ്ട്, 8 ഉണ്ട്. അപ്പം അടുത്തത് 3 എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിന് 3 മോഡ് 10 നമ്മൾ ചെയ്യുന്നു. അപ്പം 3 എന്ന് വരുന്നു. 3 എന്ന് പറയുന്ന ഇൻഡെക്സിൽ പോയി നോക്കുമ്പോൾ നമുക്ക് 3നെ കാണാൻ പറ്റുന്നു. 13 ചെയ്യുന്നു. 3 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ആദ്യം 3 എന്ന് പറയുന്ന ഇവിടെ നോക്കി, ഇതല്ല, അതിനൊരു ചെയിൻ ഉണ്ട്. അപ്പോൾ അടുത്തതിൽ പോയി 13 നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, അപ്പം അത് ഒരിക്കലും ഓർഡർ ഓഫ് 1 എന്ന് പറയുന്ന ടൈം കോംപ്ലക്സിറ്റി അല്ല വരാം. ഓക്കെ, പക്ഷേ ഓർഡർ ഓഫ് 1നെക്കാട്ടിലും കുറച്ച് കൂടുതൽ, എന്നാലോ ലോഗ് എന്നിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും അല്ലേ. ബൈനറി സെർച്ച് ആയ ലോഗ് എന്നിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും. നമ്മൾ ഓർഡർ ഓഫ് n പിന്നെ log n അതിന് ശേഷമാണ് നമ്മൾ 1 എന്ന് പറയുന്ന ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നതിലേക്ക് വന്നത്. സോ ഓർഡർ ഓഫ് 1 എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഡെക്സ് എക്സാക്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എലമെൻറ്റിനെ കിട്ടിയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയിനിങ് വഴി നമ്മൾ ഈ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഈ ഒരു നോഡിൽ, ഇപ്പോൾ 13ൻ്റെയും 3ൻ്റെയും കേസാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ നോഡിൽ സെർച്ച് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ അടുത്ത അതിൻ്റെ ചെയിനായ രണ്ടാമത്തെ നോഡിലേക്ക് പോകുന്നത്. സോ ഇറ്റ് വിൽ നോട്ട് ബി ഓർഡർ ഓഫ് 1 വെൻ ഇറ്റ് കംസ് ടു ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ ഓർഡർ ഓഫ് 1നെക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ലീനിയർ പ്രോബിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും കൂടി എന്താണെന്ന് നോക്കാം. ലീനിയർ പ്രോബിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ചെയിൻ എന്ന് പറയുന്നത് ഓപ്പൺ ഹാഷിംഗ് ആണ്. സോ ക്ലോസ്ഡ് ഹാഷിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹാഷിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ലീനിയർ പ്രോബിംഗ് ആണ്. അതെങ്ങനെയാണ് അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കീ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം 8നെ നമ്മൾ എച്ച് ഓഫ് എക്സ് എന്തായിരുന്നു നമ്മളുടെ ഫംഗ്ഷൻ എക്സ് മോഡ് 10 എന്ന് പറയുന്നതിൽ വെച്ചിട്ട് 8നെ നമുക്ക് 8ൽ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, 3നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് 3 എന്ന് പറയുന്നതിലാണ്.
എക്സ് മോഡ് 10 എന്ന് പറയുമ്പം 3 എന്ന് പറയുന്നതിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വെക്കുന്ന സമയത്ത് സെക്കൻഡ് ടൈപ്പാണ് ലീനിയർ പ്രോബിങ്ങിൽ 13 വരുമ്പം ഒബിയസ്ലി അവിടെ കൊളീഷൻ വന്നു. നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹാഷിംഗ് ആണ് ക്ലോസ്ഡ് ഹാഷിങ്ങിൽ ലീനിയർ പ്രോബിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ 13 വരുമ്പോൾ നമ്മളവിടെ ചെയിൻ അല്ല യൂസ് ചെയ്യുന്നത്. 13 വരുമ്പം എന്താണ് 13 വരുമ്പം 3യിലേക്ക് വന്നു, അവിടെ ഒരു എലമെൻറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ 13 എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള 4ലേക്ക് കൊണ്ടുവന്നിട്ട് 13 അങ്ങ് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, 4 എന്ന് പറയുന്ന ഇൻഡെക്സിൽ 13 അങ്ങ് സേവ് ചെയ്ത് വെക്കും. എങ്ങനെയാണ് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത്? അതിനൊരു കൺസെപ്റ്റ് വേണമല്ലോ. അപ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് മോഡ് 10 ആണ്. ഓക്കെ, ലീനിയർ പ്രോബിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? എവിടെയാണോ നമ്മളിപ്പം 13നെയാണ് നമുക്ക് നമ്മളുടെ കീ സ്പേസിൽ വരുന്ന കീ എലമെൻറ്റ്, അതിനെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഷ് ടേബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ബേസ് ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് പറയുന്ന ഇൻഡെക്സ് തന്നെയാണ് വരും. അവിടെ നോക്കുമ്പോൾ ഓൾറെഡി അവിടെ ഒരു എലമെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ 13 എന്ത് ചെയ്യും, അതിന് തൊട്ടടുത്തുള്ള 4 എന്ന് പറയുന്ന അടുത്ത ഇൻഡെക്സിലേക്ക് ചാടിയിട്ട് അവിടെ പോയി സേവ് ആവും. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഏത് ഫംഗ്ഷനാണ് നമ്മൾ ഫംഗ്ഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സ് മോഡ് 10 എന്ന് പറയുന്നതാണ് നമ്മളുടെ എക്സ് ഓഫ് എക്സ്. സോ നമ്മളുടെ എച്ച് ഡാഷ് ഓഫ് എക്സ്, അപ്പം നമുക്കിങ്ങനെ സേവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്? എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് പ്ലസ് എന്താണ് എഫ് ഓഫ് ഐ, എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് മോഡ് സൈസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ വരുന്നത്, ഹാഷ് ഫംഗ്ഷൻ വരുന്നത് എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് ഐ മോഡ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താവാം? എഫ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഐ ആണ്. ഐ ഈസ് ഈക്വൽ ടു 0, 1, 2, 3. ഓക്കെ, എക്സെട്ര എക്സെട്ര എക്സെട്ര. സോ ഒന്നും കൂടി പറയാം, നമ്മളിപ്പോൾ ലീനിയർ പ്രോബിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പോകുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സ്പേസിൽ പോയിട്ട് സേവ് ചെയ്യാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് ഐ മോഡ് സൈസ്. എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഐ ആണ്. ഐ ഈക്വൽ ടു 0, 1, 2, 3. അപ്പം അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലീനിയർ പ്രോബിങ്ങിൽ നമ്മളുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് ഐ മോഡ് സൈസ്. ഓക്കെ, സോ നമുക്കിനി നോക്കാം. ഇപ്പം 8ന് നമ്മൾ എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് ഐ എന്ന് പറയുന്ന മോഡ് സൈസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. എച്ച് ഓഫ് എക്സ് എന്തായിരുന്നു? എച്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പം എച്ച് ഓഫ് 8 പ്ലസ് എഫ് ഓഫ് ഐ. ഐൻ്റെ വാല്യൂ നമ്മൾ ആദ്യം എഫ് ഓഫ് ഐ ഈക്വൽ ടു എന്താണ്? ഐ ഈക്വൽ ടു 0, 1, 2, 3 അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. സോ എഫ് ഓഫ് 0 എന്ന് വരും. എഫ് ഓഫ് 0 മോഡ് സൈസ്, അതായത് 8 മോഡ് സൈസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, 8 മോഡ് സൈസ് എന്ന് പറയുമ്പം 8. അപ്പോൾ നമ്മൾ 8ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. സോ 3നെ നോക്കുക. 3നെ നോക്കുന്ന സമയം എങ്ങനെയാണ് വരുന്നത്? 3 എന്ന് പറയുന്ന ഇതിനെടുക്കുന്ന സമയം 3 പ്ലസ് അതായത് എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് എലമെൻ്റ് ആണ് എടുക്കുന്നത്. സോ എത്രയാണ്? 3 മോഡ് 10 എന്ന് വരും, അതായത് 3 തന്നെ വരും. ഓക്കെ, 3നെ വെച്ചിട്ട് നമ്മൾ 3യിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ചു. 8നെ നമ്മൾ ഓൾറെഡി 8ൽ വെച്ചിട്ടുണ്ട്. 13 വരുന്ന സമയത്ത് എന്ത് ചെയ്യും? 13 വരുന്ന സമയത്ത് എച്ച് ഓഫ് 13 പ്ലസ് എഫ് ഓഫ് 0 എന്ന് എടുക്കുന്ന സമയത്ത് മോഡ് സൈസ് എന്ന് വരും. അപ്പം 13 മോഡ് 10 എന്ന് വരുന്ന സമയത്ത് ഒബിയസ്ലി വീണ്ടും നമ്മൾ 3യിലേക്ക് വന്നു. അപ്പം 3യിൽ ഓൾറെഡി ഒരാളുണ്ട്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് വാല്യൂ ഫോർ ഐന് എടുക്കും. ഐന് ഇപ്പോൾ നമ്മൾ ഇതുവരെ 0 ആയിരുന്നു. സോ 0, 1, 2, 3 നമുക്ക് എടുക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് എച്ച് ഓഫ് 13 പ്ലസ് എഫ് ഓഫ് 1. ഓക്കെ, എഫ് ഓഫ് 1. അപ്പം എച്ച് ഓഫ് 13 പ്ലസ് എഫ് ഓഫ് 1 മോഡ് സൈസാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വരും? 13 മോഡ് സൈസ് 13 പ്ലസ് 1 മോഡ് സൈസ് എന്നാണ് വരുന്നത്. സോ നമുക്കവിടെ 4 എന്ന് വരും അല്ലേ? 4 എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ഇൻഡെക്സ് ആണ് അല്ലേ? അടുത്ത ഇൻഡെക്സിലായിരിക്കും നമ്മൾ ആ 13നെ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എച്ച് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് ഐ മോഡ് സൈസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ഈ ഓരോ പ്രാവശ്യവും നമ്മൾ അതിന് ആ ഒരു എലമെൻറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, f(0) ആദ്യം നോക്കും. ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ 0 അല്ലെങ്കിൽ i എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് എവിടെയാണോ i കൊളീഷൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ 4, 5, 6 അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ കിട്ടും. കാരണം i = 0 + 1 ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലീനിയർ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു ഇൻഡെക്സിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ദിസ് ഇസ് വാട്ട് ലീനിയർ പ്രോബിംഗ് ഈസ്. അതായത് iൻ്റെ ഡിഫറൻറ്റ് വാല്യൂ എടുത്തിട്ട് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിന് സെർച്ച് ചെയ്യണം. നമ്മളിപ്പോൾ എലമെൻസിനെല്ലാം സേവ് ചെയ്തു. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഇക്വേഷനാണ് എടുക്കുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൊളീഷൻ വരുന്ന സമയത്ത് ആദ്യത്തെ ഓപ്പൺ ഹാഷിങ്ങിൽ ചെയിനിങ് യൂസ് ചെയ്തു. രണ്ടാമത്തെ ക്ലോസ്ഡ് ഹാഷിങ് നമ്മൾ ലീനിയർ പ്രോബിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 സെർച്ച് ചെയ്യണം. 4 എന്ന് പറയുന്ന ഈ എലമെൻറ്റിനെ സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ യൂസ് ചെയ്യണ ഏത് ഫംഗ്ഷനാണ്, h(x) = x mod size എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ നോക്കുകയാണ് സൈസ് എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്. സോ 4 എന്ന് പറയുന്നത്, അപ്പോൾ 4 എന്ന് പറയുന്നത് അടുത്തതിലേക്ക് ഇങ്ങനെ നോക്കി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4നെ നമ്മളിപ്പോൾ അടുത്ത 13 6 ആണ്. 6നെല്ലാം നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ നമ്മളിങ്ങനെ കീ എലമെൻസിനെ സെർച്ച് സേവ് ചെയ്തേണ്ട ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 6നെ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 5ൽ കൊണ്ടുപോയിട്ട് 6നെ സേവ് ചെയ്യേണ്ടി വരും. ആൻഡ് 4നെ ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 4നെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. 4നെയാണെന്നുണ്ടെങ്കിൽ 4 mod size എന്ന് ചെയ്യുന്ന സമയത്ത് വീണ്ടും വരും 4 mod 10 എന്ന് വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് 4 വരുന്നു. 4ൽ എന്താണ് വരുന്നത്, 13 ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇക്വേഷനിലാണ് കൊടുക്കുക. അപ്പോൾ iൻ്റെ വാല്യൂ കൂട്ടാണ്. iൻ്റെ വാല്യൂ കൂട്ടി നമുക്ക് 4നെ നമ്മൾ 5ൽ ഇങ്ങനെ സേവ് ചെയ്തു. അതായത് അടുത്ത കോൺസിക്യൂട്ടീവ് ലൊക്കേഷനിൽ നമ്മൾ അതിനെ സേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് എലമെൻസിന് ഇങ്ങനെ അടുപ്പിച്ച് ക്ലസ്റ്ററായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട ഒരവസ്ഥ ലീനിയർ പ്രോബിങ്ങിന് വരും. അതും ഒരു പ്രശ്നമാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ 24 എന്ന് പറയുന്ന ഒരു കീ എലമെൻറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ 24നെ ഈ ലീനിയർ പ്രോബിംഗ് അതായത് ഇവിടെ ലീനിയർ പ്രോബിംഗ് വഴി നമ്മൾ സേവ് ചെയ്ത് ഹാഷ് ടേബിൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 24നെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 mod size ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 24 mod size ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം 3ൽ പോകും അല്ലേ. 3ൽ പോയിട്ട് അവിടെ നോക്കും, അല്ല 24 അല്ല 3 ആണ്. അടുത്തതിൽ പോവും, 4ൽ പോവും, 13 ആണ് അവിടെയല്ല. അപ്പം അവിടെ ഒന്നും ഫ്രീ സ്പേസ് അല്ല അല്ലേ, അവിടെയൊക്കെ ഒക്കുപ്പൈഡ് ആണ്. അടുത്തത് 5ൽ പോവും, അവിടെയും 24 അല്ല. അടുത്തത് ഒരു സ്പേസ് ഫ്രീ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മൾ ഈ സെർച്ചിങ് നിർത്തും അല്ലേ. 4ൽ പോവും, 5ൽ പോവും, 6ൽ ഓൾറെഡി 6ലും ഒരു എലമെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ ഓരോന്ന് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എല്ലാം കൂടി ചെയ്ത് തന്നാൽ ഇത് കുറേ സമയം എടുക്കും. അപ്പം ഞാൻ പറയുകയാണ്, ഇതേപോലെ തന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിൽ ഓരോന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ 3ൽ നോക്കും, 4ൽ നോക്കും, 5ൽ 6ലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ എലമെൻ്റ് ഉണ്ട്. ഓക്കെ, 24 എവിടെയാണെന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ഈ ഒരു mod 10 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 വരും അല്ലേ. 24 mod 10 എന്ന സമയത്ത് 4 വരും. അപ്പോൾ 4ൽ നോക്കി 24 അല്ല, 5ൽ നോക്കി 24 അല്ല, 6ൽ നോക്കി 24 അല്ല. അടുത്തത് നോക്കുമ്പോൾ ഒരു എംപ്റ്റി സ്പേസ് ആണ്. അവിടെ നമ്മൾ സെർച്ചിങ് നിർത്തണം. അവിടെ നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് പറയണം എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെർച്ചിങ് വരുന്നത്. നമ്മൾ ചെയിനിങ്ങിൻ്റെ സെർച്ചിങ് പറഞ്ഞില്ലേ, ഓരോ പ്രാവശ്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ എലമെൻറ്റിൽ പോയിട്ട് അതിൻ്റെ അടുത്ത നോഡ് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്നു. അപ്പം ഓർഡർ ഓഫ് 1 ആയിരിക്കില്ല, മോർ ദാൻ ലോഗൻ ആയിരിക്കും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ലീനിയർ പ്രോബിങ്ങിലും. ഓർഡർ ഓഫ് 1 ആയിരിക്കില്ല, മോർ ദാൻ ലോഗൻ എന്നുള്ള, അതായത് ബെറ്റർ ദാൻ ലോഗൻ ആയിരിക്കും. ലോഗൻ സമയത്തിനെക്കാട്ടിലും കൂടുതൽ കുറവ് സമയത്തിൽ നമുക്കതിന് ഓർഡറിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ലീനിയർ പ്രോബിംഗ്. ലീനിയർ പ്രോബിങ്ങിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ നമുക്ക് എലമെൻസിന് സെർച്ച്, അതായത് നമ്മൾ 3ൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത 4ലാണ്, 4ൽ പറ്റിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത 5ലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അവിടെ ഒരു ക്ലസ്റ്ററിങ് ഓഫ് എലമെൻറ്റ്സ് ഇപ്പം ഇങ്ങനെ അടുപ്പിച്ച് എലമെൻസിനെ സേവ് ചെയ്തേണ്ടതായിട്ട് വരും. അതായത് ക്ലസ്റ്ററിങ് ഓഫ് എലമെൻറ്റ്സ് അവിടെ കാണും. അത് ലൊക്കേറ്റഡ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിൽ നമുക്ക് ഈ എലമെൻസിനെ സേവ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്
ഒരു എലമെൻറ്റ് ഇപ്പോൾ 24 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 24 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 24 മോഡ് 10 4ൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു എലമെൻ്റ് ഉണ്ട്, 5ൽ സെർച്ച് ചെയ്തു എലമെൻ്റ് ഉണ്ട്, 6ൽ സെർച്ച് ചെയ്തു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 7ൽ വരുമ്പോൾ അവിടെ ഒരു എന്താണ് എംപ്റ്റി സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഇത്രയും സമയമാണ് നമ്മളവിടെ എടുക്കുന്നത്. ഈ ഒരുപാട് ക്ലസ്റ്ററിങ് ഓഫ് ഒബ്ജക്ട്സിനെ നമ്മൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്നമാണത്. ഓക്കെ, അപ്പം അപ്പോൾ ഒരുപാട് സമയം എടുക്കും നമുക്ക് ഒരു എലമെൻറ്റിന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഒരു ടെക്നിക്കായിട്ടുള്ള ക്വാഡ്രാറ്റിക് പ്രോബിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റും എന്താണ്, നമുക്കിപ്പം നേരത്തെ ലീനിയർ പ്രോബിങ്ങിൽ നമ്മൾ h(x) എന്ന് പറയുന്ന ഒരു ആ ഒരു കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു ഫംഗ്ഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, അതായത് ഇങ്ങനെ ലീനിയർലി കോൺസിക്യൂട്ടീവ്ലി എലമെൻസിനെ അടുപ്പിച്ച് സേവ് ചെയ്ത് വെക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വിട്ട് എലമെൻറ്റ്സ് സേവ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം വരുത്തണം. എന്താണ് h(x) h(x) പ്ലസ് എന്താണ് f(i) മോഡ് സൈസ്. ഓക്കെ, മോഡ് സൈസ് തന്നെ. അപ്പോൾ പക്ഷേ നമ്മളുടെ i എന്താണ്, f(i) i അല്ല i² ആണ്. ഓക്കെ, അപ്പം തന്നെ മനസ്സിലാവും i² എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് 1 ഇടവിട്ടോ 2 ഇടവിട്ടോ ആയിരിക്കും നമുക്ക് ആ ഒരു ഇൻഡെക്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഓരോ പ്രാവശ്യം എവിടെയാണ് 3നെ നമ്മൾ ഇവിടെ സേവ് ചെയ്യും, അടുത്ത 13 സേവ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് ഒബിവിയസ്ലി എന്ത് വരും, കൊളീഷൻ വരും. അപ്പോൾ നമ്മൾ 13 പ്ലസ് എന്താണ് 0 എന്ന് ചെയ്യുന്ന സമയത്ത് എന്താണ് 3 തന്നെയാണ് വരെ കൊളീഷൻ വരും. 13 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 4ൽ വരും. അപ്പോൾ നമുക്ക് 4ൽ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, 13നെ നമുക്ക് 4ൽ സേവ് ചെയ്യാം. അടുത്തത് 23 ചെയ്യുന്ന സമയത്ത് 23 പ്ലസ് എന്താണ് 23 പ്ലസ് f(i) 23 പ്ലസ് 0 എന്ന് വരും. 23 പ്ലസ് 0 മോഡ് സൈസ് എന്ന് വരുമ്പം 3 വരും. അടുത്ത് നമ്മൾ എന്തായി ഐൻ്റെ ഒന്നുകൂടി കൂട്ടി അല്ലേ, ഫസ്റ്റ് 1 കണ്ടുപിടിച്ചു, രണ്ടാമത്തെ നമ്മൾ ഐൻ്റെ വാല്യൂ 0ൽ കണ്ടുപിടിച്ചു, ഐൻ്റെ വാല്യൂ 1ൽ വെച്ച് ചെയ്യുമ്പം എന്ത് വരും, 1 വരും. ഓക്കെ, 1² വരും. 1² മീൻസ് 1. അപ്പോൾ അതായത് 4ൽ വരും. 4ൽ വന്ന് നോക്കുമ്പോൾ 13 ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഇൻഡെക്സ് i = എന്താണ് 0 നോക്കി, 1 നോക്കി, ഇനി നമ്മൾ 2 നോക്കണം. ഓക്കെ, അപ്പോൾ h(x) അതായത് h(23) പ്ലസ് 2² എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. ഓക്കെ, അപ്പം 23 പ്ലസ് 4 എന്ന് വരുന്നു. ഓക്കെ, h(x) പ്ലസ് 2 അല്ല വരുന്നത്, 2 × 2 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് അതിനെ സെർച്ച് ചെയ്യാൻ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്, പ്ലസ് എത്ര ആയിരിക്കും, 3 പ്ലസ് 4, അതായത് 3 പ്ലസ് 4 7 എന്ന് പറയുന്നതിലായിരിക്കും അല്ലേ. 23 മോഡ് 10 എന്ന് പറയുന്നത് 3 അല്ലേ, പ്ലസ് നമ്മളുടെ i² എന്താ 2² എന്താ 4 ആണ് വരുന്നത്. 3 പ്ലസ് 4 എന്ന് പറയുന്നത് 7ലായിരിക്കും നമുക്ക് 23നെ സേവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അല്ലേ, അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 2 സ്പേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനെ സേവ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ലീനിയർ പ്രോബിങ്ങിൽ എറൈസ് ആയിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷനായി ക്വാഡ്രാറ്റിക് പ്രോബിംഗ് വഴി. ഇങ്ങനെയാണ് ദീസ് ആർ ദി ടൈപ്പ് ഓഫ് ഹാഷിംഗ്. ഇങ്ങനെയാണ് നമ്മൾ ഹാഷ്